ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ മലപ്പുറക്കാരുടെ ഒരു സ്പെഷ്യൽ സ്നാക്കായിട്ടുള്ള കോഴിവടയാണ്. അപ്പോൾ കഴിഞ്ഞ 2-3 വീഡിയോ നമ്മുടെ കണ്ണൂരിൽ അമ്മ ഉണ്ടാക്കി തന്നിട്ടുള്ള എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന 2-3 റെസിപ്പിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസ്പോൺസാണ് എനിക്കതിൽ കിട്ടിയിട്ടുള്ളത്. ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ പറയുന്നത് അമ്മയെ കൊണ്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. അമ്മ ഉണ്ടാക്കാറുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കോഴിവടയാണിത്. അപ്പോൾ ഇത് ചെയ്യാം. അതായത് നോൺ അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഉള്ളി 2.5 കിലോ ആവശ്യമുണ്ട്. അതുപോലെ സോയാബീൻ 300 ഗ്രാം ആണ് വേണ്ടത്. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം 100 ഗ്രാം ആണ് വേണ്ടത്. കറിവേപ്പില ഒരു 5 തണ്ട് വേണം. ഞങ്ങൾക്കിപ്പോൾ 2 കിലോ മൈദയ്ക്ക് 2.5 കിലോ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 400 എണ്ണമെങ്കിൽ പലഹാരം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു 1/2 കിലോയിലും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു 100 എണ്ണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അരച്ചെടുത്തിട്ടുള്ള പച്ചമുളകിൻ്റെ പേസ്റ്റാണ് ഈ കാണുന്നത്. അതുപോലെ സോയാബീൻ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാനേ പാടുള്ളൂ. അതായത് ചിക്കിച്ചിങ്ങിഞ്ഞ പോലെ ഒന്ന് കിടക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മൈദയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട മസാലകൾ എന്ന് പറയുന്നത് ഒരു വലിയ സ്പൂണിൽ ഒരു 3 ടീസ്പൂണിനടുത്ത് ചിക്കൻ മസാല വേണം. അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാലയും വേണം. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഓയിലെടുക്കാം. ആദ്യം ഉള്ളി വാട്ടാൻ നമുക്കൊരു 200 ഗ്രാം ഓയിലാണ് ഈ ഒരു 2.5 കിലോ ഉള്ളി വാട്ടിയെടുക്കുന്നത്. ഉള്ളി ചേർത്ത് ഉള്ളി നന്നായിട്ട് വാടണം. നന്നായിട്ട് വാടി തളർന്ന് വരണം. അതിന് ശേഷമാണ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർക്കുന്നതും അതുപോലെ സോയാബീൻ ചേർത്ത് കൊടുക്കുന്നതും പിന്നീട് മസാലപ്പൊടികളായിട്ടുള്ള ചിക്കൻ മസാലയും ഗരം മസാലയും അതുപോലെ ഉപ്പും ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. 2 മണിക്കൂറെങ്കിലും കൈയെടുക്കാതെ മിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു മസാല കിട്ടൂ. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട നല്ല കട്ടിയുള്ളൊരു മസാല തന്നെയാണ് നമുക്കിതുകൊണ്ട് കിട്ടുന്നത്. ഇതാണ് നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മസാല. ഇനി നമുക്ക് മൈദമാവ് കുഴച്ചെടുക്കണം. മാവ് കുഴച്ചെടുക്കുമ്പോൾ തീരെ എണ്ണ ചേരാൻ പാടില്ല. ഒരല്പം വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ട് കുഴച്ചെടുക്കണം. വെള്ളവും കൂടി പോവാതെ ശ്രദ്ധിക്കണം. ഇതുപോലെ കട്ടിയിൽ വേണം നമുക്ക് മാവ് കിട്ടാൻ. അതിനുശേഷം നന്നായിട്ട് ചപ്പാത്തിക്ക് പരത്തും പോലെ റൗണ്ടിൽ പരത്തി അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു റൗണ്ട് ഷേപ്പിൽ കുട്ടിപ്പപ്പടത്തിൻ്റെ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്ത് അതിന് നടുക്ക് ഫില്ലിങ് വെച്ച് സൈഡൊക്കെ ഇതുപോലെ മെടഞ്ഞു കൊടുക്കും. എന്നിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്നത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം. അടച്ചുറപ്പുള്ളൊരു പാത്രത്തിൽ സൂക്ഷിക്കുകയും വേണം. ചൂട് പോയതിന് ശേഷമാണ് നമ്മളിത് സൂക്ഷിച്ച് വെക്കേണ്ടത്. ഇപ്പോൾ സോയാബീനും കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഏകദേശം 1 മാസം വരെ നിൽക്കുക. സോയാബീൻ ഇല്ലാതെ ഉള്ളി മാത്രമായിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2-3 മാസം വരെ കേടുവരാതെ നിൽക്കും. അപ്പോൾ ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് എടുത്തു മാറ്റാവുന്നതേ ഉള്ളൂ. നല്ലൊരു ടേസ്റ്റുള്ള ഒരു പലഹാരമാണിത്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഒരു തവണ നമ്മളൊന്ന് മെനക്കെട്ട് ഉണ്ടാക്കണം എന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് 2-3 മാസം വരെ പിന്നൊരു ചായക്കടിക്ക് വേണ്ടിയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമേ ഉണ്ടാവില്ല. വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക് കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.